നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ 2026 ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ 2025 അപ്ലൈ ചെയ്ത് വെച്ചേക്കുന്ന പരീക്ഷകളെല്ലാം വരാൻ പോകുന്ന വർഷമാണ്. അതിന്റെ ഷെഡ്യൂളുകളും കാര്യങ്ങളും PSC ഈ വർഷം നടത്താനിരിക്കുന്ന പരീക്ഷയുടെ കലണ്ടറൊക്കെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഡേറ്റ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലെ? കാരണം ഇത്രത്തോളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്, ഞാനൊരു ബിഗിനർ ആണ്, അല്ലെങ്കിൽ കുറച്ചു നാൾ എനിക്കൊന്ന് ഗ്യാപ്പ് വന്നു, അപ്പൊ എങ്ങനെ ഇവരെയൊക്കെ മറികടന്ന് എനിക്ക് മുൻനിരയിലേക്ക് എത്താൻ പറ്റും? PSC പരീക്ഷയെ എങ്ങനെ പേടിയില്ലാതെ നേരിടാം? അപ്പോ ഞാനൊരു ഗവൺമെന്റ് ജോലി വാങ്ങിയ ആളെന്ന നിലയിൽ എന്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പൊ PSC പരീക്ഷയെ ഞാൻ എങ്ങനെ പേടിയില്ലാതെ നേരിട്ടു, അത് അച്ചീവ് ചെയ്തു, ഒരു ജോലി എങ്ങനെ ഞാൻ അച്ചീവ് ചെയ്ത് എടുത്തു, അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോ തുടങ്ങിയാലോ? ആദ്യം തന്നെ സിലബസിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയുടെ സിലബസിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഫോർ എക്സാമ്പിൾ, സിംപ്ലി നമുക്ക് കമ്പനി LGS തന്നെ എടുക്കാം. അപ്പൊ കമ്പനി LGSന്റെ സിലബസ് പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. അപ്പൊ സിലബസിലൂടെ മൊത്തത്തിലൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്തുക. ഓട്ടപ്രദക്ഷിണം മാത്രം പോരാ, കാര്യമായിട്ട് തന്നെ സിലബസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ LGS ആകുമ്പോൾ പലരുടെയും ഡൗട്ടാണ്, മാത്സ് ഉണ്ടോ, മലയാളം ഉണ്ടോ, IT ഉണ്ടോ? സിലബസ് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചേ. അതിനകത്ത് മാത്സ് ഉണ്ടോ? ഇല്ല. മലയാളം ഉണ്ടോ? ഇല്ല. IT ഉണ്ടോ? ഇല്ല. അപ്പോ LGSന്റെ സിലബസിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? GK ഉണ്ട്, സയൻസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, മെന്റൽ എബിലിറ്റി ഉണ്ട്. അപ്പൊ സിലബസ്, ഓരോ പരീക്ഷയുടെയും സിലബസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ പരീക്ഷയെ പേടിയില്ലാതെ നേരിടാനുള്ള ഒന്നാമത്തെ കാര്യം ആ പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഓടിപ്പോയി ഒരു പരീക്ഷ എഴുതുക അങ്ങനെയല്ല, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഇൻഫർമേഷൻ പഠിക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നൊരു ധാരണ ഉണ്ടാക്കുമല്ലോ. രണ്ടാമത്തത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മാക്സിമം കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കമ്പനി LGSന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ PSC LGS നിലവാരത്തിൽ നടത്തിയ ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക. ഇപ്പൊ LGS നിലവാരം എന്ന് പറയുമ്പോൾ 80 മാർക്കിന് GK ചോദ്യങ്ങൾ, 20 മാർക്കിന് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ആ രീതിയിൽ വരുന്ന ആ ഒരു രീതിയിൽ PSC LGS നിലവാരത്തിൽ നടത്തിയിരിക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ കളക്ട് ചെയ്യുക. 10th പ്രിലിംസിന്റെയും ചോദ്യപേപ്പർ കളക്ട് ചെയ്യുക. കാരണം പ്രിലിംസും മെയിൻസും ഉണ്ടല്ലോ. ഇപ്പം പ്രിലിംസ് ഇല്ലെങ്കിൽ കൂടി പ്രിലിംസിന്റെ ആ ഒരു ചോദ്യപേപ്പർ പാറ്റേൺ 80-20 എന്നുള്ളതല്ലേ. അതുകൊണ്ട് ആ ചോദ്യപേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക. ആദ്യം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. അതിനുശേഷം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പുസ്തകം വാങ്ങാൻ കിട്ടും. വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റിയാൽ പ്രിന്റ് എടുക്കാം. 2 സൈഡായിട്ട് ചെറിയൊരു രീതിയിൽ. അപ്പം A4 സൈസ് തന്നെ വേണമെന്നില്ല, സൈസ് റെഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റിയാൽ പ്രിന്റ് എടുത്താൽ പരീക്ഷയായിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റും. ആ ഒരു രീതി ഒന്ന് നോക്കുക. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ മാക്സിമം അറിഞ്ഞിരിക്കുക. മാക്സിമം അത് കളക്ട് ചെയ്ത് അതിലൂടെ നിങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും അതിലൂടെ ഒന്ന് പോവുക. അപ്പൊ അതിലൂടെ പോകുമ്പോൾ ഉള്ള ഗുണം, ഏതൊക്കെ ഏരിയാസ് PSC കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദ്യം ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഏതൊക്കെ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ, മോർ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഓരോ ദിവസവും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് സമയം നിശ്ചയിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് പഠിച്ചു, അതല്ല, ചിട്ടയായിട്ടുള്ള സമയം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ടൈം ടേബിൾ ഉണ്ടാക്കുക.
ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഒരു കാര്യം ചിട്ടയായിട്ട് ചെയ്താൽ മാത്രമേ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഓടിച്ചാടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടാനേ പോകുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ ആ സിലബസ് കൃത്യതയോടെ പഠിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയം കണ്ടെത്തി അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ 3 കാര്യങ്ങൾ കിട്ടിയോ? അപ്പൊ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, മോഡൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, ഓരോ ദിവസവും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് നിശ്ചിത സമയം കണ്ടെത്തുക. എപ്പോഴെങ്കിലും കുറച്ച് സമയം കിട്ടി ഓടിപ്പോയി പഠിച്ചു, അങ്ങനെയല്ല. കൃത്യമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എടുത്തു. ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒരു എക്സാമിനർ ആകുക, ഒരു പരീക്ഷകൻ ആകുക. അപ്പൊ സ്വയം പരീക്ഷകനായിട്ട് സ്വയം സങ്കല്പിച്ചുകൊണ്ട് മാത്രമേ ഒരു പാഠഭാഗത്തെ സമീപിക്കാവൂ. ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കാതെ ഒരു ടീച്ചറായിട്ട് നിൽക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ പഠിപ്പിക്കുക. അതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്നാൽ പഠനം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. ഒരു പരീക്ഷകനായി സ്വയം സങ്കല്പിച്ചുകൊണ്ട് ഒരു പാഠഭാഗത്തെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ പഠനത്തിൽ ഈ ഒരു രീതിയിൽ ഒരു ചേഞ്ച് വരുത്തി നോക്കൂ. നല്ല ഡിഫറൻസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് വരും കേട്ടോ. പരീക്ഷകന്റെ ഉദ്ദേശം എന്തെന്ന് വിലയിരുത്തുക. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ, ഒരു പാഠഭാഗം വായിച്ചു, അതിൽ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ, ഈ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ചാൽ കുട്ടികൾ എങ്ങനെ പരീക്ഷ എഴുതും, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രസ്താവന ചോദ്യങ്ങൾ നിർമ്മിക്കാം, ഏതൊക്കെ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നിർമ്മിക്കാം. അങ്ങനെ ഒരു പരീക്ഷകന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി, ഞാൻ ചിന്തിച്ച ചോദ്യമായിരുന്നില്ലേ എന്ന് നിങ്ങൾ ഓർക്കും. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പരീക്ഷകനായി സ്വയം സങ്കല്പിച്ചുകൊണ്ട് ഒരു പാഠഭാഗത്തെ സമീപിക്കുക, പരീക്ഷകന്റെ ഉദ്ദേശം എന്തെന്ന് വിലയിരുത്തുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കമ്പനി LGSന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് തുടങ്ങിയിരിക്കുന്നത്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് ആണ്. പ്രിലിംസിന് വേണ്ടി 50 days സ്റ്റഡി പ്ലാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. 50 ദിവസം കൊണ്ട് പ്രോപ്പർ റിവിഷൻ അടിച്ച് പഴയ SCRTയും പുതിയ SCRTയും പഠിച്ച് സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്ത് പരീക്ഷ എഴുതി സെറ്റായിട്ട് നമുക്ക് പ്രിലിംസിന് വേണ്ടി 50 ദിവസം കൊണ്ട് തന്നെ റെഡിയാവാം. ഓക്കെ, അപ്പൊ റെഡിയാണോ? പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ബാച്ചാണ്. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. വെറും 1399 മാത്രമേ ഫീസ് വരുന്നുള്ളേ. ഇനി ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് ആൾക്കാരെ ഒന്നും എടുക്കത്തില്ല, കുറച്ച് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. എക്സാം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സിനാണ് വെറും 1399 വരുന്നത്. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. 24/7 ആപ്പിന്റെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ VFAയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബെഫ്കോയിലിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. CPO WCPO പുതിയ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ടഡ്. അതുപോലെ ഫയർമാന്റെ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ കുറച്ച് സീറ്റ്സുകളെ ബാക്കിയുള്ളേ. അപ്പൊ താല്പര്യമുള്ളത് എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് നോട്ട് ഉണ്ടാക്കേണ്ടത്? ഇപ്പൊ ഒരു പാഠഭാഗം നിങ്ങൾ പഠിക്കാൻ എടുത്തു. ഫോർ എക്സാമ്പിൾ, അറൈവൽ ഓഫ് യൂറോപ്യൻസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എടുത്തു. അപ്പൊ അതിൽ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് ഉണ്ടാവും. അതെല്ലാം തന്നെ അതേപടി പകർത്തി എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് എഴുതിക്കൊണ്ടിരിക്കാൻ മാത്രമേ സമയം കിട്ടത്തുള്ളൂ. അങ്ങനെയല്ല നോട്ട് ഉണ്ടാക്കേണ്ടത്. ഒരു പോയിന്റ് വായിച്ച് മനസ്സിലാക്കുക, അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടും സംഗ്രഹിച്ചും. ആ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ്. വളരെ ബ്രീഫായിട്ട് മാത്രമേ നോട്ട് എഴുതാവൂ. ഒരു പോയിന്റ് 2-3 വേർഡ്സിൽ ഒതുക്കാൻ വേണ്ടിയിട്ട്
ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോട്ട് എഴുതാനും പറ്റും. ആ നോട്ട് വെച്ച് എളുപ്പത്തിൽ റിവിഷൻ അടിക്കാനും പറ്റും. എങ്ങനെ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാവേ. അപ്പൊ നോട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു സോഴ്സിൽ നോക്കി അതേപോലെ പകർത്തി വെക്കുകയല്ല ചെയ്യേണ്ടത്. എന്നാൽ പിന്നെ അതങ്ങ് പ്രിന്റ് എടുത്താൽ പോരെ. നിങ്ങൾ പഠിച്ച കാര്യം വേണം സംഗ്രഹിച്ച് എഴുതി ശീലിക്കാൻ. ഷോർട്ട് നോട്ട് വേണം ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ജസ്റ്റ് വായിച്ചു പഠിക്കാതെ നിങ്ങൾ സ്വയം ടൈമർ സെറ്റ് ചെയ്ത് ആ പരീക്ഷയ്ക്ക് എത്ര ടൈമാണോ PSC ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിൽ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ ഹാളിൽ ഇരുന്ന് ചെയ്യുന്ന അതേ സീരിയസ്നെസ്സോടുകൂടി എഴുതി ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആകട്ടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആകട്ടെ, ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ കുറച്ചൊന്ന് പ്രാക്ടീസ് ആയി വന്നിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ മതി. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ടൈം സെറ്റ് ചെയ്ത് ഒരു പരീക്ഷ നിങ്ങൾക്ക് 5 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാം, 1 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാം, 75 മിനിറ്റ് കൊണ്ടും എഴുതി തീർക്കാം. അപ്പോൾ PSCയുടെ പരീക്ഷാ ടൈം എത്രയാണോ അത്രയും ടൈമർ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പരീക്ഷ എഴുതി ഒന്ന് നോക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുമല്ലോ. ഇത്രയും പോയിന്റ്സ് ഒക്കെ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്. പരീക്ഷാ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതുന്ന ആ ഒരു സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പരീക്ഷയിൽ ഞാൻ ഉയർന്ന മാർക്ക് വാങ്ങിച്ചിരിക്കും. അത് നിങ്ങൾ മനസ്സിന് ഒരു ഉറപ്പ് കൊടുക്കണം. നിങ്ങളൊരു ഉറപ്പ് കൊടുക്കണം. ഈ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ഞാൻ വാങ്ങിച്ചിരിക്കും. ഈ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ എന്റെ ലക്ഷ്യം എനിക്ക് സഫലമാക്കാൻ സാധിക്കൂ. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പറയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എടുക്കേണ്ട ദൃഢപ്രതിജ്ഞകളാണ്. പിന്നെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ശേഷി നിങ്ങൾ എപ്പോഴും വളർത്തിയെടുക്കുക. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു, ഞാൻ നിർത്തി, ഞാൻ ഇനി പരീക്ഷയൊന്നും എഴുതുന്നില്ല, ഞാൻ നിർത്തി, ആ ഒരു മെന്റാലിറ്റി അല്ല വേണ്ടത്. ഞാൻ തിരിച്ചു വരും, ശക്തമായിട്ട് ഞാൻ തിരിച്ചു വരും. ഈ പരീക്ഷയിൽ എന്തൊക്കെയാണോ എനിക്ക് തെറ്റുപറ്റിയത് അതെല്ലാം ഞാൻ മറികടന്ന് അടുത്ത പരീക്ഷയിൽ ഞാൻ സക്സസ്ഫുൾ ആകും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നിങ്ങൾ മുന്നോട്ട് വരിക. അപ്പോൾ പരാജയങ്ങളിൽ നിന്നും പഠിക്കാനുള്ള ശേഷി എപ്പോഴും ഉണ്ടാകണം. വിജയിച്ച ഒരാളെ നിങ്ങൾ നോക്കുമ്പം എപ്പോഴും വിജയിച്ചു വന്ന ആൾക്കാരായിരിക്കത്തില്ല. 10 കാര്യങ്ങൾ എടുത്താൽ അതിൽ 9ലും അവർ പരാജയപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ എന്തുകൊണ്ട് ആ 10ാമത്തെ കാര്യത്തിൽ വിജയിച്ചു? ഈ 9 പരാജയങ്ങളിൽ നിന്നും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അത് മറികടന്ന് വന്നാണ് 10ാമത്തെ വിജയം അവരെ കാത്തിരുന്നത്. അതൊരു ഉന്നത വിജയം തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ പരാജയങ്ങളിൽ നിന്നും പഠിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക, അങ്ങനെ ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് തന്നെയാണ് ഞാൻ ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിയത്. നിങ്ങൾക്കും നേടാൻ സാധിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഓക്കെ, സെറ്റ് അല്ലേ? ഇപ്പൊ ഒരു എനർജി ഒക്കെ വന്നില്ലേ? ഇനി പഠിക്കാമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. കയറി പോന്നോളൂ. ഓക്കെ, മോട്ടിവേഷൻ സെഷൻസും കാര്യങ്ങളൊക്കെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്താണ് ഇല്ലാത്തത്? എല്ലാ കാര്യങ്ങളും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.